അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ബജാജ് ചേതക്ക് C2501 ആണ്. നമ്മളിത് അവിടെ ഒരു കയറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് മുട്ടത്താണ്. നമ്മൾ ആ കയറ്റം രണ്ടുപേരും വെച്ച് കയറാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എൻ്റെ കൂടെ അമലുണ്ട്, ഡീലർഷിപ്പിൽ നിന്ന് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ TVS ഓർബിറ്റർ 2.5 കിലോവാട്ട് പവർ ഉണ്ടായിട്ടും നിർത്തിയിട്ട് കയറ്റം കയറി പോകുന്നില്ല എന്നുള്ളത്. അതെനിക്കറിയില്ല. അപ്പോൾ ഇത് അതിലും ഇൻഫീരിയറാണ്. 2.2 കിലോവാട്ടാണ് അതിൻ്റെ പീക്ക് പവർ വരുന്നുള്ളൂ. എന്നാലും ഇത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ എന്തായാലും രണ്ടുപേരും വെച്ച് കയറി പോകണം. അത് ഉറപ്പായിട്ട് കയറി പോകും. നിർത്തി കഴിഞ്ഞ് കയറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ജസ്റ്റ് പിടിച്ചു. നമ്മളിപ്പോൾ എക്കോലല്ല, സ്പോർട്ടിലാണ് ഇട്ടേക്കണം. സ്പോർട്ടിൽ എന്തായാലും കയറേണ്ടതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തിരിച്ചു പിടിച്ചു. അങ്ങനെ പിടിച്ചാൽ മതി. കയറ്റം കാണിച്ചാൽ മതി. അപ്പോൾ നമ്മളിതാ ഹാഫ് വേ എത്തി കയറ്റത്തിൻ്റെ. ഇതൊരു യമണ്ടൻ കയറ്റമൊന്നുമല്ല, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ കയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ ഫുൾ ബ്രേക്കിലാണ് പിടിച്ചാണ്, സ്പോർട്ട് മോഡിലാണ്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. നമ്മളവിടെ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും എന്താ വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഈ കയറ്റം നിർത്തിക്കഴിഞ്ഞാൽ കയറൂല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഒരു 2.0 വാട്ടേ നമുക്കിതിനകത്ത് പീക്ക് പവർ വരുന്നുള്ളൂ വണ്ടിക്ക്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെ വെച്ച് കയറ്റം റണ്ണിങ്ങിൽ കയറും, പക്ഷേ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കയറ്റമാണ്. വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര കയറ്റമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ ഇത് കയറി പോകുന്നു. അത് എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞിട്ട്. എന്തായാലും ഒരു സിറ്റി യൂസിന് നമുക്ക് ഈ വണ്ടി നല്ലപോലെ കൊണ്ടെടുക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ അത്യാവശ്യം ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേർ വെച്ചിട്ട് നിർത്തിയിട്ടാണെങ്കിലൊക്കെ കയറിപ്പോകും.